Hi everyone, this is Abin from eywkaa. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ആപ്പിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ അത് പറയുന്നത് തൊട്ടുമുമ്പായിട്ട് എന്തായാലും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യം അപ്ഡേറ്റ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. iOS 18.1 ബീറ്റ 7 എന്ന അപ്ഡേഷനും ബാക്കി കുറേ ബീറ്റ അപ്ഡേഷൻസും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു ഡെവലപ്പർ ബീറ്റയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പബ്ലിക് ബീറ്റയോ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുക. iOS 18.1 കുറേയധികം പുതിയ അടിപൊളി ഫീച്ചേഴ്സ് നമുക്കത് വരുന്നുണ്ട്. ഈ പറയുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് മാത്രമല്ല, കോൾ റെക്കോർഡിങ്ങും ബാക്കി കുറേയധികം ഫീച്ചേഴ്സും iOS 18.1 വരുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും ബാക്കി എല്ലാ കാര്യം നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വേർത്തായ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ സീക്രട്ടായിട്ട് BYD, അതായത് ചൈനീസ് കമ്പനി ആയിട്ടുള്ള കാർ മാനുഫാക്ചറിങ് കമ്പനി ആയിട്ടുള്ള BYD ആയിട്ട് ഒരു ടൈപ്പ് ഇപ്പോൾ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ലോങ് റണ്ണിലേക്ക് നോക്കുമ്പോൾ ആപ്പിൾ ഒരു ഇലക്ട്രിക്കൽ കാറും കൂടെ EV കാറും കൂടെ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അവരുടെ കാർ പ്ലേ എന്ന് പറയുന്നത് അത്യാവശ്യം എന്താ പറയുക, ലോകത്തിലൊരു 60% ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു ഓട്ടോമോട്ടീവ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ചെയ്യുന്ന കുറേയധികം എൻ്റർടൈൻമെൻറ്റ് പേർപ്പസ് ഈ പറഞ്ഞ കാർ പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കാർ പ്ലേയും ആപ്പിളിൻ്റെ സ്വന്തം കാറും വരുമ്പോൾ നല്ല രീതിക്കുള്ള എക്കോ ഇൻ്റഗ്രേഷനും വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കൂട്ടുവായിക്കുമ്പോൾ ലോങ് റൺ ഈ അടുത്തൊന്നും ഉണ്ടാവില്ല, കുറച്ചധികം കാലങ്ങൾക്ക് ശേഷം ആപ്പിൾ കാറും വിപണിയിൽ വരാനും ചാൻസ് ഉണ്ട്. ഈ ഒരു കാര്യം പറയുമ്പോഴാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ മാർക്കറ്റിൽ വിഷൻ പ്രോ റിലീസായത്. ഈ പറഞ്ഞ മെറ്റയും മൈക്രോസോഫ്റ്റും ബാക്കി എല്ലാ കമ്പനികളും ഇറക്കിയിട്ട് ലാസ്റ്റാണ് ഇപ്പോൾ ഈ പറഞ്ഞ ആപ്പിൾ റിലീസ് ചെയ്തത്. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല, പ്രൊഫഷണൽ ബൈ ഡോക്ടേഴ്സ്. ഈ ഒരു ഡോക്ടേഴ്സ് സർജറിക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആപ്പിളിൻ്റെ വിഷൻ പ്രോ ആണ്. ഞാൻ വായിച്ച ആർട്ടിക്കിളിൽ അവർ മൈക്രോസോഫ്റ്റിൻ്റെയും അതേപോലെ മെറ്റയുടെയൊക്കെ കുറേയധികം കാര്യങ്ങൾ യൂസ് ചെയ്തു. പക്ഷേ ആ ഒരു ക്വാളിറ്റി ഡെലിവർ ചെയ്യാൻ ഒരേ ഒരു പ്രൊഡക്റ്റിന് മാത്രമാണ് ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. അത് നമ്മുടെ സ്വന്തം ആപ്പിൾ വിഷൻ പ്രോ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു പേരിൽ തന്നെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, വിഷൻ പ്രോ. ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, ഇറ്റ്സ് ഡെഡിക്കേറ്റഡ് ഫോർ പ്രൊഫഷണൽസ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെപ്പോലെ ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ആണെങ്കിൽ അത് എടുക്കാൻ, അൺബോക്സ് ചെയ്യാനും യൂട്ടിലിറ്റി പർപ്പസിന് വേണ്ടി എടുക്കാം. ഒരു എന്താ പറയുക, അൺപ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബേസിക്കായിട്ട് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഒരു കമ്പത്തിന് ഒരു ആഗ്രഹത്തിന് പോയി എടുക്കുന്ന ആൾക്കാർക്കും അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഇപ്പോൾ അൺലോക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. ഞാൻ ഒരു അടിവരയിട്ട് പറഞ്ഞതാണ്. പക്ഷേ എടുക്കുന്ന ആൾക്കാരുണ്ട്, എടുത്തിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ല രീതിക്കുള്ള ഇമേഴ്സീവ് മൂവീസും ബാക്കി കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരു പടിയും കൂടെ കൂടുതൽ പ്രൊഫഷണൽ വൈസായിട്ട് ഇപ്പോൾ പോർഷെ എന്ന കമ്പനി അവരുടെ കാറിൻ്റെ കോക്പിറ്റും ബാക്കി കാര്യങ്ങളും വിഷൻ പ്രോയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. സർജൻസ് ഈ പറഞ്ഞ സ്റ്റിമുലേഷൻസ്, സർജറീസ് എല്ലാം വിഷൻ പ്രോയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മെഡിക്കൽ പരമായിട്ടും ഓട്ടോമൊബൈൽ പരമായിട്ടും കുറേയധികം ഇൻഡസ്ട്രീസ് ഇപ്പോൾ വിഷൻ പ്രോ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ആപ്പിളിൻ്റെ ഒരു 2ാമത്തെ ഇവൻറ്റ് ഒക്ടോബർ-നവംബറിൽ വരുമെന്ന് പറഞ്ഞ ഒരു വീഡിയോ റിലീസ് ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ടില്ല എന്തായാലും കാണുക, ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. മാക്ബുക്ക്, അതേപോലെ iMac, iPad എന്നീ പറഞ്ഞ സാധനങ്ങളിലൊക്കെ ഒരു അടുത്ത ഇവൻ്റാണ് ഈ വരുന്നത്. ഈ ഒരു ഇവൻറ്റിൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു iPad mini വരുമെന്ന്. സോ iPad mini റിലീസായിട്ടുണ്ട്. iPad mini 7th Gen ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മാജിക് കീബോർഡ് എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയുക കീബോർഡ് വെച്ച് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ലെങ്കിൽ ഈ പറഞ്ഞ iPad mini 7th Gen എടുക്കാം. കാരണം അതിൽ ഈ പറഞ്ഞ ആപ്പിൾ പെൻസിൽ പ്രോവിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. തേർഡ് പാർട്ടി ബ്ലൂടൂത്ത് വഴി യൂസ് ചെയ്യുന്ന കീബോർഡ് വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. A17 Pro ചിപ്സെറ്റാണ് വരുന്നത്. ആപ്പിൾ ഇൻ്റലിജൻസ് വരുന്നുണ്ട്. 8GB ഓഫ് റാം വരുന്നുണ്ട്. ഒരു കൈയിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു iPad വിത്ത് ഹെവി പവർഫുൾ മെക്കാനിസം അല്ലെങ്കിൽ ഹെവി പവർഫുൾ പവർ ഹൗസാണ് ഈ പറഞ്ഞ iPad മിനിയിൽ വന്നിരിക്കുന്നത്. 7th Gen എന്ന് പറഞ്ഞാൽ 6th Gen-നെക്കാട്ടും ഫാർ ബെറ്റർ ആയിട്ടാണ് ആപ്പിൾ ഈ ഒരു വട്ടം റിലീസ് ചെയ്യുന്നത്. 8.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ നിങ്ങൾ ഒരു iPad, ഒരു എൻട്രി ലെവൽ iPad, നിങ്ങൾക്ക് വലിയ സൈസ് വേണ്ട പക്ഷേ പവർഫുള്ളായ കാര്യങ്ങൾ ചെയ്യണമെന്ന് താല്പര്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഗോ ഫോർ iPad mini 7th Gen. ഇറ്റ്സ് വർത്ത്
ദ പ്രൈസ്. 50,000 രൂപയാണ് ഇന്ത്യൻ പ്രൈസിൽ വരുന്നത്. നിങ്ങൾക്ക് ദുബായിലോ അല്ലെങ്കിൽ പുറത്തെടുത്താലും വില കുറഞ്ഞ് കിട്ടും, ഒറിജിനൽ സാധനം വില കുറഞ്ഞ് കിട്ടും എന്നാണെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. നല്ലൊരു പ്രൊഡക്റ്റാണ്, എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. അതേപോലെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്മാർട്ട് ഹോം ആക്സസറീസ് ആണ് എല്ലാവരുടെയും വീട്ടിൽ. എൻ്റെ ബാക്കിലുള്ള ഈ ലൈറ്റ്സും അതേപോലെ പല കാര്യങ്ങളും സ്മാർട്ട് ഹോം ആക്സസറീസിലാണ് റൺ ചെയ്യുന്നത്. ആപ്പിളിൻ്റെ ഇപ്പം ഹോം കിറ്റിൽ നമുക്ക് ഇന്ത്യയിൽ വാങ്ങണമെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ 2025 ആപ്പിൾ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്മാർട്ട് ഹോം ആക്സസറീസ് വരും എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. സോ ഇപ്പോൾ നമുക്ക് ടാപ്പ് ആൻഡ് റൺ ഉണ്ട്, ഓട്ടോമേഷൻസ് ഉണ്ട്. ഇതിനൊക്കെ അപ്പുറം ഇനി മുതൽ നമുക്ക് ഇൻ്റലിജൻസും കൂടെ വരുമ്പോൾ നമ്മുടെ എന്താ പറയുക വെതറും ബാക്കി കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ഈ പറഞ്ഞ ടെമ്പറേച്ചേഴ്സും കുറേയധികം സെൻസേഴ്സും എല്ലാം യൂസ് ചെയ്ത് നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഈ പറയുന്ന സ്മാർട്ട് ഹോം ആക്സസറീസിനും യൂസ് ചെയ്യാൻ പറ്റും. ഇനി ആപ്പിൾ മ്യൂസിക് യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട് നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക. പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആപ്പിൾ മ്യൂസിക് തന്നെയാണ്. സ്പോട്ടിഫൈ വെച്ച് നോക്കുമ്പോൾ ആപ്പിൾ മ്യൂസിക് മച്ച് ബെറ്റർ ആണ്. കാരണം ലോസ്ലെസ്, ഡോൾബി ഓഡിയോ എന്നീ പറഞ്ഞ കുറേയധികം അടിപൊളി കാര്യങ്ങൾ ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക്കിൽ മാത്രമാണ് നമുക്ക് ലഭിക്കുക. ആപ്പിൾ മ്യൂസിക്കിൽ ഇനി മുതൽ ആർട്ടിസ്റ്റുകൾക്ക് കോൺസേർട്ടുണ്ട്. ഇപ്പോൾ കോൾപ്ലേയുടെ ഒരു ഇവൻറ്റ് വരുന്നുണ്ട് നമ്മുടെ ചാനൽ ഇന്ത്യയിൽ. അതേപോലെ ഓരോ ആർട്ടിസ്റ്റ്മാർക്കും അവരുടെ കോൺസേർട്ടിൻ്റെ ലിസ്റ്റും അതേപോലെ ഡീറ്റെയിൽസും ആപ്പിൾ മ്യൂസിക്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ആർട്ടിസ്റ്റുമാരോ അല്ലെങ്കിൽ ആപ്പിൾ മ്യൂസിക്കിൽ പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, എന്തായാലും യൂസ്ഫുൾ ആവും. അതോടൊപ്പം ആപ്പിൾ 2027 എയർപോർട്സ് വിത്ത് ക്യാമറയും സ്മാർട്ട് ഗ്ലാസും റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് ഈ പറഞ്ഞ എയർപോർട്സ് വിത്ത് ക്യാമറ എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ലോജിക് എന്ന് പറഞ്ഞാൽ ക്യാമറയും കൂടെ എയർപോർട്സ് വരുമ്പോൾ സറൗണ്ടിങ്സ്, അതായത് ഇങ്ങനെ വെച്ച് നമ്മൾ എയർപോർട്സ് കാണണം. വിഷൻ പ്രോ വെക്കുകയാണെങ്കിൽ വിഷൻ പ്രോൻ്റെ ഫ്രണ്ടിലാണ് സൈറ്റ് ഉള്ളത്, സൈഡിലേക്കും കൂടെ സൈറ്റ് കിട്ടാനായിട്ട് ഈ പറഞ്ഞ എയർപോർട്സ് വിത്ത് ക്യാമറ ഹെൽപ്പ് ചെയ്യും. സോ ആരെങ്കിലും ഇവിടുന്ന് വരികയാണെങ്കിൽ ആ ഒരു സൗണ്ടും ബാക്കി കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു വ്യക്തിക്ക് കുറച്ചും കൂടെ പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു റൂമിൽ നിന്ന് സിനിമ ആണെങ്കിൽ ഈ പറഞ്ഞ എയർപോർട്സ് വെച്ച് ആ ഒരു ക്യാമറ എയർപോർട്സ് വെച്ച് കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സെൻസിങ്, റൂം സെൻസ് ചെയ്യാനുള്ള കാര്യങ്ങളും ഈ പറഞ്ഞ എയർപോർട്സിലൂടെ നിങ്ങൾക്ക് സഹായമാവും. അങ്ങനെ വരുമ്പോൾ സൗണ്ട് കുറച്ചും കൂടി ഇമേഴ്സീവ് ആവാനും ആ ഒരു എന്താ പറയുക 3D എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സൗണ്ടിൽ ലഭിക്കാനും ഈ പറഞ്ഞ ക്യാമറ വിത്ത് എയർപോർട്സ് യൂസ് ആവും. അതേപോലെ ഇപ്പം മെറ്റ റീബാനും ഗ്ലാസ് ഇറക്കിയ പോലെ ആപ്പിൾ 2027 സ്മാർട്ട് ഗ്ലാസ് റിലീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് ഐഫോണിൽ വരുന്ന അടുത്ത സേഫ്റ്റി മെഷറാണ് റോഡ് സൈഡ് അസിസ്റ്റൻസ് വിയ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് അമേരിക്കയിൽ മാത്രമാണെന്നുണ്ടായത്, ഇനി മുതൽ UK ആ ഒരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. സോ UK ഫ്രണ്ട്സിനും ഈ പറയുന്ന സാറ്റലൈറ്റ് വിയ റോഡ് സൈഡ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ പെട്ടുവാണെങ്കിൽ സിഗ്നലോ ബാക്കി കാര്യങ്ങളിലെങ്കിലും ഈ പറഞ്ഞ സാറ്റലൈറ്റ് യൂസ് ചെയ്ത് റോഡ് സൈഡ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് നേടാൻ പറ്റും. അതേപോലെ 2025 ഫസ്റ്റ് 3 മന്തിനുള്ളിൽ തന്നെ ഐഫോൺ SE 4th ജനറേഷൻ റിലീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഐഫോൺ 14ൻ്റെ ബോഡിയും ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന എല്ലാ ടോപ്പ് നോച്ച് ക്വാളിറ്റിയും ഈ പറഞ്ഞ ആക്ഷൻ ബട്ടണും ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഐഫോൺ SE 4th ജൻ വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഐഫോൺ 18 2 നാനോമീറ്ററിൻ്റെ ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. TSMCയുടെ ഒരു 2nd ജനറേഷൻ 2 നാനോമീറ്റർ ചിപ്സെറ്റ് ആയിരിക്കും ആപ്പിൾ ഐഫോൺ 18 ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതും 12 GB റാമിലായിരിക്കും ഈ ഒരു ഐഫോണിലും വരാൻ പോകുന്നത്. സോ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൽ കുറേയധികം പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സ് ന്യൂസും നിങ്ങൾ അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം ഇതേപോലെ അടിപൊളി കാര്യങ്ങൾ അറിയാൻ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്തെടുക്കുക, ലൈക്ക് ചെയ്യുക, എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും വാട്സാപ്പിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Abin Xavier signing from eywkaa.